മങ്കാരക്കൊമ്പത്തോരു ഞാളിയാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മങ്കാരക്കൊമ്പത്തോരു ഞാളിയാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാളിയാടി കളിയാടും കാറ്റിന്റെ കയ്യിൽ വീണു കുളിരോട് കുളിരങ്ങും തൂകി നിന്നു ഇരുമയാണെങ്കിലും ജീവനൊന്നായി നിറമുള്ള സ്വപ്നങ്ങൾ പൂവിടും നാൾ പെൺകിളി കാത്തിരുന്നു തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാളിയാടി വനവേടൻ വീശിയ വലയിൽ വീണു മണിമുത്തുമുള്ളിൽ ഞെരിഞ്ഞു താണു ഒരു കുഞ്ഞുമെഴുതിരി ഉരുകും പോലെ കരയും ആ പെൺകിളി കാത്തിരുന്നു പെൺകിളി കാത്തിരുന്നു തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാളിയാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാളിയാടി അയാളെ കണ്ടിട്ട് പാവം തോന്നുന്നു ഫാദർ. രാവിലെ തൊട്ട് നടക്കുന്നതാ, ഒരു വണ്ടിയും കിട്ടിയില്ല. എന്നെ കൂടെ ഒന്ന് കയറ്റുമോ? പോണ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി, വലിയ ഉപകാരമാവും. എന്നാ കയറിക്കോളൂ. അങ്ങോട്ടിരുന്നോളൂ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോക്ക് ഇവിടെ ഇരിക്കാമോ? ഞാൻ അവിടെ ഇരുന്നോട്ടെ. എന്താ ജനലിന്റെ അടുത്തേ ഇരിക്കുള്ളൂ എന്ന് പല നിർബന്ധമുണ്ടോ? അതുകൊണ്ടല്ല ഫാദർ, ഞാൻ സാരമില്ല, എവിടെയായാലും മതി. ഇവിടെ ഇരുന്നോളൂ.
ഒരു കാര്യം ചോദിക്കട്ടെ? ആനയില്ലേ, ആന? അതെ. മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യാ? ആനയോ? അതെ. യു മീൻ ദി എലിഫന്റ്? അവന്റെ ഒരു ഇൻക്രീസ്. ചോദിച്ചതിന് ഉത്തരം പറടാ ചെവി. മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യാ? ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാ മതിനേ. അമ്മണിക്കറിയാമോ? ഫാദർ, മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യാ? What does the elephant do when it rains? The elephant? മഴ പെയ്യുമ്പോഴോ? മഴ പെയ്യുമ്പോ വിട്ടിത്തരങ്ങളെ എഴുന്നേൽക്കില്ല. വേറെ കണ്ടില്ലേ ചോദിക്കാൻ? സറ്റ സില്ലി ക്വസ്റ്റ്യൻ. ആരായി ചോദിച്ചത്? അയ്യോ, ഞാനല്ല. തങ്കച്ചനല്ലേ? ഞാൻ വിചാരിച്ചു. കുട്ടിക്കറിയോ മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യാന്ന്? എന്ത് ചെയ്യാനാ? നനയ്യ. ഇറ്റ് ഗെറ്റ്സ് വെറ്റ്. എന്തുട്രാന്ന്? ഒന്നുമില്ല. വയറ്റുവേനുണ്ടോ? പിന്നെ എന്തുട്രാ കിടന്ന് ഞെരിപിരി കൊള്ളണേ? എനിക്ക് ഒന്നിന് പോണം, മുട്ടിട്ട് വയ്യ. അത്രേ ഉള്ളോ? ഫാദർ റഹീമിന് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നേ. ഗംഗാധരാ, എന്തോ? ഒന്ന് നിർത്തിക്കൊടു മോനെ. വേഗമാകട്ടെ. എനിക്കും പോണം. എനിക്കും 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 പോണം. ഇത് കണ്ടോ? ഈ റഹീമിന് മുട്ടിയപ്പോ എല്ലാവരും എല്ലാരും ഇറങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പൊ ഞാൻ മാത്രം വിട്ടതിനെ വേണ്ടെന്ന് വെക്കണേ. അല്ല ടീച്ചറെ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ കുസൃതി ചോദ്യങ്ങളെ മഴ പെയ്യും ആന എന്താ ചെയ്യത്രേ ടീച്ചറിനറിയാമോ? അതിനെപ്പറ്റി തന്നെ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നേ. ആരാ ഇപ്പൊ മഴ ഇറങ്ങി ആന നോക്കാൻ പോയിരിക്കുന്നത്? ആന എന്ത് ചെയ്യാനാ? ഏതായാലും കുട പിടിക്കാൻ പോകുന്നില്ല. പോവാ. ചില്ലി എന്ന് പറഞ്ഞാ എരുഭൻഡായി ചില്ലി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ മണ്ട ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. ബസ് കയറിയപ്പോ തൊട്ടേ ഞാൻ ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിക്കുകയാണ്. മൂടിക്കെട്ടിയ മുഖം, എപ്പോഴും ഒരു ആലോചന, എങ്ങാണ്ടോ നഷ്ടപ്പെട്ട മനസ്സ്. എന്താ ഇത്ര വലിയ അസ്വസ്ഥത? പറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയൂ. എന്റെ ഒരു രീതി എങ്ങനെയെന്ന് വെച്ചാൽ, മനസ്സിന് എന്തെങ്കിലും വിഷമം തോന്നിയാൽ ആരോടെങ്കിലും തുറന്നു പറയണം. പരിഹാരം ഉണ്ടായാലും ഇല്ലെങ്കിൽ. ആ ശരി, പോട്ടെ. എവിടേക്കാ യാത്ര? എവിടെ ഇറങ്ങണം? അത് പറഞ്ഞില്ലല്ലോ. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. എവിടേക്കാണ്? എനിക്കറിഞ്ഞൂടാ ഫാദർ. ഉത്തരം വിശേഷമായി. അവരവർക്ക് പോകേണ്ടത് എവിടേക്കാണെന്ന് നിശ്ചയമില്ലെന്ന്. അത് പോട്ടെ, എവിടെ നിന്നാ വരുന്നതെന്തെങ്കിലും നിശ്ചയമുണ്ടോ? എവിടുന്നാ? ജയിലിൽ നിന്ന്. ജയിലിൽ നിന്നു? അതെന്തിനാ മനുഷ്യൻ നിങ്ങൾ അവിടെ പോയത്? പോയതല്ല, കൊണ്ടുപോയതാ. എന്ന് വെച്ചാ? ഞാനൊരു ജയിൽ പുള്ളിയായിരുന്നു. യു മീൻ യു ആർ പ്രസിഡന്റ്? അതിന് ഉണ്ണികൃഷ്ണൻ എന്ത് കുറ്റമാണ് ചെയ്തത്? ഞാനൊരാളെ കൊന്നു. എന്താ ഇവിടെ എല്ലാരും പോയിരിക്കും? ചുമ്മാ തമാശ പറഞ്ഞാണല്ലേ, ഒന്ന് വരട്ടാൻ. അല്ല, സത്യം. പക്ഷെ നിങ്ങളെ കണ്ടാൽ നിങ്ങളൊരു കൊലപാതകയാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിരുന്നതല്ല, പക്ഷേ വിധി വേണ്ടി വന്നു. മീശയും താടിയും പഠിച്ചു കളഞ്ഞ് ലോഹയിട്ടാൽ ഒരു വൈദികനാണ് നിങ്ങളൊരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു? ക്രിസ്ത്യാനി അല്ലെങ്കിലും മനുഷ്യനല്ലേ, കുമ്പസാര കൂടാണെന്ന് കരുതണ്ട. മനസ്സിനൊരു റിലീഫാകും. ഞാൻ പെരിങ്ങൽകുത്തിലായിരുന്നു. അവിടെ നിന്ന് ട്രാൻസ്ഫറായി. എല്ലാവരും പോകാൻ മടിക്കുന്ന സ്ഥലം. ഞാനാണെങ്കിൽ ഒറ്റ. ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫറാണ്. അരുണഗിരി.
ഹലോ, ഇവിടെ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി ഏതാ? ഫോറസ്റ്റ് ഓഫീസിലേക്കോ? ആ, ഇവിടെ നേരെ പുറകോട്ട് പോയാ മതി. വെളുപ്പാകാലത്തെ വിളിച്ചുണർത്തി ഫോറസ്റ്റ് ഓഫീസിലേക്ക് വഴി ചോദിക്കും വിവരം കേട്ടവന്മാര്. ഫോറസ്റ്റ് ഓഫീസിലേക്ക്